സാബുമോന്റെ കളികളൊന്നും ബിഗ് ബോസിന് അത്ര തൃപ്തികരമല്ല. അതുകൊണ്ട് തന്നെ സാബുമോനെ കൺഫഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് ബിഗ് ബോസ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. സാബുമോനോട് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ പറയുന്നുണ്ട്. നിങ്ങളൊരു ഗസ്റ്റായിട്ട് ആ ഒരു ഹോട്ടലിൽ വന്നതാണ്, അതുകൊണ്ട് തന്നെ അവരുടെ സർവീസുകൾ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതായത് പെഡിക്വയറും ഒരു സോങ് തെറാപ്പിയും മസാജിങ്ങും അതെല്ലാം തന്നെ നിങ്ങൾ ഉപയോഗിക്കുക. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സർവീസുകളാണ്, നിങ്ങളത് മാക്സിമം പ്രയോജനപ്പെടുത്തുക. വീട്ടുകാരെ പണിയെടുപ്പിക്കുക, അവർക്ക് കൂടുതൽ ടാസ്കുകൾ കൊടുക്കുക, അവരെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്നതാണ് ബിഗ് ബോസ് പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ തന്നെ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുക എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇന്നലെ സാബുമോന്റെ പെർഫോമൻസ് അത്ര മോശമൊന്നുമല്ല. സാബുമോനാണ് ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന്റെ പിന്നിൽ നിന്ന് കളിക്കുന്നത്. പക്ഷെ അത്ര ആക്റ്റീവായിട്ട് അങ്ങനെ നിൽക്കുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ ബിഗ് ബോസിന് അത് തൃപ്തികരമല്ല. അതുകൊണ്ട് തന്നെയാണ് കൺഫഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ തന്നെ ബിഗ് ബോസ് ചെറിയൊരു കാര്യം സാബുവിന്റെ അടുത്ത് പറയുന്നു. കോയിൻസ് അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് കൊടുക്കരുത്, അവർക്കിത് പവർ ടീമിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ടാസ്ക് ആണ്. അതുകൊണ്ട് തന്നെ കോയിൻസ് അത്ര വളരെ പെട്ടെന്ന് അങ്ങനെ കൊടുക്കരുത് എന്ന് സാബുവിന്റെ അടുത്ത് ചെറിയ രീതിയിൽ ഒരു വാണിംഗ് പോലെ പറയുന്നു. വാണിംഗൊന്നും അല്ല, എന്നാലും അതൊന്ന് ശ്രദ്ധിക്കണമെന്ന് സാബുവിന്റെ അടുത്ത് പറയുന്നുണ്ട്. സാബുവിൻ ഇതെല്ലാം കേട്ടിട്ട് ഓക്കെ ബിഗ് ബോസ്, ഞാൻ ഇന്നലെ ഒരു അബദ്ധം പറ്റി, ഇനി അങ്ങനെ കോയിൻ കൊടുക്കില്ല, പുതിയ പദ്ധതികളൊക്കെ ഞാൻ ഉടൻ തന്നെ ആവിഷ്കരിച്ചോളാം എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് സാബുവൻ അവിടുത്തെ ഗെയിമിലൊക്കെ മാരക മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എല്ലാവരും തന്നെ നിർത്താതെ പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.